Good evening. My name is Jikku. I was a student at IHM in the year of 2018-2019 batch. So I was a registered nurse in Italy for a couple of years. Almost 12 years ഞാൻ ഇറ്റലിയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. സോ ദ ഹോൾ മൈ കരിയർ ഐ വാസ് തിങ്കിങ് ഓഫ് ദ അഡ്വാൻസ്മെൻറ്റ് in my profession. So I searched in internet about the colleges which provide quality educations. അങ്ങനെ സെർച്ച് ചെയ്താണ് ഞാൻ IHMലേക്ക് ഇൻ്റർനെറ്റ് ത്രൂ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെൻറ്റ് എന്നൊരു കോളേജുണ്ട്. ആ കോളേജ് ഇതുപോലെ ഒരുപാട് നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് നഴ്സസിന് കൊടുക്കുന്നുണ്ടെന്ന് കേൾക്കാൻ ഇടയായത്. സോ ഞാൻ ഈ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് I was really concerned about the course. എങ്ങനെയായിരിക്കും ഈ ഒരു കോഴ്സ് ഈ ഒരു വർഷക്കാലം എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ, എങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെയുള്ള വറി എന്നെ ഒരുപാട് ബോദർ ചെയ്തു ആ പ്രോബ്ലംസ് എല്ലാം. ബട്ട് IHMലെ സ്കിൽഡായിട്ടുള്ള ട്യൂട്ടേഴ്സും അതുപോലെ അഡ്വാൻസ്ഡ് ടീച്ചിങ് മെത്തേഡ്സും അതൊക്കെ എന്നെ ഒരുപാട് സഹായം ചെയ്തിരുന്നു. അസൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ക്വിസസ് ഉണ്ടാകും. ആ സമയത്തൊക്കെ നമ്മൾ എന്തായിരിക്കും ഈ ക്വിസ് ഉണ്ടാകുക, എങ്ങനെ ഇത് നമ്മൾ അതിന് ആൻസർ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായ ടെൻഷൻസ് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നല്ലൊരു ഗൈഡൻസ്, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഈ ട്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു പ്രോബ്ലമായിട്ട് തോന്നിയേയില്ല. ആ 1 ഇയർ കംപ്ലീറ്റ് ആയ ആ ഒരു ടൈം അതൊരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നഴ്സിംഗ് കരിയറിൽ തിയറി വൈസ് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയാലും അതിൻ്റെ പ്രാക്ടിക്കൽ സിനാറിയോയ്ക്ക് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്. നമ്മളത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിയൽ ലൈഫിലേക്ക്, നമ്മൾ പേഷ്യൻസിൻ്റെ അടുക്കിലേക്ക്, ഒരു പേഷ്യൻറ്റ് സെൻറ്റേർഡ് കെയറിലേക്ക് നമ്മൾ പോകുന്നത്. അതിന് കുറേ കീനോട്ട് സിനാറിയോസ് അല്ലെങ്കിൽ റോൾ പ്ലേസ് അതൊക്കെ ചെയ്യാനായിട്ട് IHMലെ ട്യൂട്ടേഴ്സ് വളരെയധികം അവർ ബുദ്ധിമുട്ടി ഞങ്ങളെ ആ സെനാറിയോസ് എല്ലാം, ആ ഒരു പ്രാക്ടിക്കൽ സ്റ്റഫ് ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങളതിനെ മാനേജ് ചെയ്യുമെന്നുള്ളത് വളരെ നല്ല തറവായിട്ട് ഞങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്യൂച്ചറിലാണെങ്കിലും എനിക്ക് എന്തൊരു എമർജൻസി സിറ്റുവേഷൻ എൻ്റെ മുന്നിൽ വന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഇവർ തന്ന ഈ നോളജ് ഉള്ളതുകൊണ്ട് ഞാനത് വളരെ ഈസി ആയിട്ട്, വളരെ കൂളായിട്ട് എനിക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവുക എന്നുള്ളത് ഒരു 2021 മാർച്ച് വരെ, ഞാൻ ഇഫ് ഐ എം നോട്ട് റോങ്, അതുവരെ നമുക്ക് ബ്രിഡ്ജിങ് പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നാട്ടിൽ നിന്ന് ഇംഗ്ലീഷ് പ്രൊഫഷൻസി എക്സാം പാസ്സാകുന്നു, പേപ്പർ വർക്ക്സ് ചെയ്യുന്നു, നമുക്ക് ഡിസിഷൻ ലെറ്റർ വരുന്നു, ഓസ്ട്രേലിയ വന്നിട്ട് നമ്മൾ ബ്രിഡ്ജിങ് പ്രോഗ്രാം ചെയ്തു. അതായിരുന്നു 2021 മാർച്ച് വരെ ഉണ്ടായിരുന്ന രജിസ്ട്രേഷനിലേക്ക് വേണ്ടുന്ന ഒരു പാത്ത് വേ. ബട്ട് 2021 മുതൽ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു. ആഫ്റ്റർ പുതിയ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു. അതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു തിയറി എക്സാം, അതായത് NCLEX എഴുതണം. അതിനുശേഷം OSCE എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാം എഴുതണം. അതിനുശേഷം നമ്മൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എടുത്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. സോ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു എക്സാം വരുന്നു. സോ നമുക്കെല്ലാവർക്കും അറിയാം NCLEX എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നത് അമേരിക്കയും കാനഡയൊക്കെയാണ്. കാരണം അവിടെയാണ് NCLEXൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര പാടാണ്, അതൊരിക്കലും നമുക്ക് പാസ്സാവാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം, ഭയങ്കരമായ തിയറി നോളജ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ്, സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മെൻ്റൽ ഹെൽത്തിലാണെങ്കിൽ നമുക്ക് ആ മെൻ്റൽ ഹെൽത്തിലെ എക്സ്പീരിയൻസ് നമുക്കുള്ളൂ. പക്ഷേ 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് NCLEXനകത്ത് എല്ലാ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പോഴത്തേക്ക് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇതെങ്ങനെ നമ്മൾ പാസ്സാകും, നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു നോളജ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് വരും. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ പുതിയ കുറേ ടീച്ചിങ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ നമുക്ക് കുറേ ഈസി വേയിലൂടെ നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് ഈസിലി അവൈലബിൾ ആണ്. അതിന് IHM ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും NCLEX അല്ലെങ്കിൽ OSCE ട്രെയിനിങ് ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതെങ്ങനെ ആ കറക്റ്റ് ടൈമിൽ ഈ NCLEX നമുക്ക് ക്രാക്ക് ചെയ്യാമെന്ന് ഉള്ളതിന് നല്ലൊരു ട്രെയിനിങ് IHM ഓസ്ട്രേലിയ കൊടുക്കുന്നുണ്ട്. OSCE എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇതെങ്ങനെയാവും എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെങ്കിൽ IHM ഓസ്ട്രേലിയയിൽ OSCEയുടെ കോഴ്സ് ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും ANMAC-accredited ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ആർട്ട് നഴ്സിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഫെസിലിറ്റീസിലാണ് അവർ ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ
എങ്ങനെയാണോ നമ്മുടെ എക്സാം, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ എക്സാം നടക്കുന്നത് ഓസ്കി എക്സാം നടക്കുന്നത് അഡ്ലെയ്ഡിലാണ്. പക്ഷേ അഡ്ലെയ്ഡിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഒരു ടെസ്റ്റ് സെൻറ്ററിലോട്ട് കയറുമ്പോൾ എങ്ങനെയാണോ നമ്മൾ അവിടുത്തെ സെറ്റിംഗ്, അത് അതേ മോഡൽ നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കൊരു കൺഫ്യൂഷനും വരില്ല. കാരണം നമ്മൾ ഇവിടെ അതേ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ആ ട്രെയിനിങ് ചെയ്ത അതേ കാര്യം തന്നെയാണ് നമ്മൾ എക്സാം സെൻറ്ററിലോട്ട് പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സെറ്റിങ്സ്, പുതുതായിട്ടൊരു സെറ്റിങ്ങിലോട്ട് കയറുന്ന ഭയമോ ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നില്ല. കാരണം ബിക്കോസ് നമ്മൾ ഓൾറെഡി വി ഡിഡ് ദാറ്റ് ഹിയർ. സോ ഏതൊക്കെ മേഖലകളിലുള്ള ചോദ്യങ്ങളാണോ ഓസ്കിക്ക് അവിടെ ചോദിക്കുന്നത്, അതേ സെയിം മേഖലയിലുള്ള എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മുടെ IHMൻ്റെ ട്രെയിൻഡ്, അതുപോലെ ഈ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ സെറ്റിങ്സിൽ നമുക്ക് ട്രെയിനിങ് തന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്കി ക്രാക്ക് ചെയ്യാനായിട്ട് അത് വളരെ എളുപ്പമാണ്. ഐ റിയലി താങ്ക്ഫുൾ ടു IHM ആൻഡ് ദ ട്യൂട്ടേഴ്സ് ഹു റിയലി വർക്ക്ഡ് ഹാർഡ്.